ഹായ് ഗായ്സ്, ഇന്നലത്തെ കല്യാണത്തിന് മറുവീട്. അപ്പം നമുക്ക് പോവാറങ്ങിയാലോ. നല്ല മഴയുടെ ചാറ്റിലുണ്ട് ഗൈസ്. 3 മണിക്ക് ഇവിടുന്ന് ബസ് ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു 2:30 ആയപ്പോൾ ഇറങ്ങാൻ കയറി. അമ്മയൊക്കെ 2:15 കഴിഞ്ഞപ്പോൾ ഇറങ്ങാൻ കയറി. പിന്നെ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഡ്രസ്സല്ല ഞാൻ ഇട്ടുകൊണ്ട് പോയത്, വേറൊരു ഡ്രസ്സാണ് കേട്ടോ ഇട്ടുകൊണ്ട്. നമ്മൾ ഇറങ്ങി കഴിഞ്ഞാണ് അച്ഛൻ വീട്ടിലെത്തിയത്. അച്ഛൻ ചടപടയെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ബസ് ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും അതിനകത്താണ് പോയത്. പിന്നെ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. നമ്മളൊരു പടയായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട് അവിടെ. പിന്നെ അവരെല്ലാം വീട്ടിനകത്ത് കയറി. നമ്മളവിടെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ട് വെളിയിലിരുന്നോളൂ, ഷൂ വരാൻ വയ്യ. വെളിയിൽ നിൽക്കാൻ വേണ്ടി അച്ഛനും മറന്നേയും കൂട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓഡിറ്റോറിയത്തിലേക്കാണ് പോയത്. ഇവിടെ പരിപ്പ് വട, ബട്ടർ ബൻ, ബജി, ചായ, വെൽക്കം ഡ്രിങ്ക് എല്ലാം ഉണ്ടായിരുന്നു. വെൽക്കം ഡ്രിങ്ക് 4 ഫ്ലേവർ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അകത്തേക്ക് കയറി. എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ സെർവിങ് രീതിയാണ്. ഫുഡിന്റെ ടേസ്റ്റിനെ കാട്ടി അവിടുത്തെ സെർവിങ് രീതിയാണ് കുറച്ചുകൂടെ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. പിന്നെ ഞാനും അറിഞ്ഞും കൂടെ അവിടെ പോയിരുന്ന് അവിടെ സ്ക്രീൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെ എല്ലാവരും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ സെർവിങ് രീതി എന്ന് പറഞ്ഞാൽ നടുക്കൊരു ടേബിൾ ഇട്ടിട്ടുണ്ടാവും. അതിനകത്ത് ഫുൾ അവരുടെ ഫുഡെല്ലാം വെച്ചിട്ട് അതിന് ചുറ്റിനും കുറേ പ്ലേറ്റ്സ് ഒക്കെ വെച്ച് ചെയറും കൊടുത്തിട്ടുണ്ടാവും. അവരവിടുന്ന് ഓരോരുത്തരായിട്ട് നമുക്ക് സർവ് ചെയ്ത് പിന്നെ പെണ്ണും ചെറുക്കനൊക്കെ എൻട്രി ആയി അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. കാരണം നമ്മൾ ബസ്സിലായതുകൊണ്ട് മറുവീട് വന്നതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ അവിടെ നിന്ന്. ഫുഡാണെങ്കിൽ ബീഫ് ഉണ്ടായിരുന്നു, ചിക്കൻ 65, പെറോട്ട, നൂൽ പെറോട്ട ആയിരുന്നു, അപ്പം, ചപ്പാത്തി, പിന്നെ റൈസ്, പിന്നെ കപ്പ ഉണ്ടായിരുന്നു, മുളക് ഉണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ്. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, മാങ്ങയൊക്കെ ഇട്ട് അത് ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഐസ്ക്രീം മേടിച്ചു, പക്ഷെ അത് അറിഞ്ഞേ കഴിക്കേണ്ടി വന്നു. കാരണം എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല, വാവ കയ്യിലുണ്ടായിരുന്നു. വീടിൻ്റെ അപ്പുറത്ത് താമസിക്കുന്നതാണ്, പക്ഷെ നമ്മൾ കല്യാണത്തിന് വെച്ച് മാത്രമേ കാണാറുള്ളൂ. പിന്നെ കല്യാണത്തിന് ചേച്ചി കഴിക്കാൻ പോകുമ്പോൾ എൻ്റെ തന്നിട്ടാണ് പോകുക. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ഗൈസ് നേരെ വീട്ടിൽ ലാൻഡ് ആയിട്ടുണ്ട്. വലിയമ്മയ്ക്ക് എൻ്റെ വ്ലോഗിൽ താല്പര്യമുണ്ടോ ചേരാന്ന് വെച്ചപ്പോൾ പോകുന്നു പറഞ്ഞതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.